നമസ്കാരം, പ്രശാന്താണേ. നമ്മളിന്ന് മഴയെക്കുറിച്ച് സംസാരിക്കാം. മഴക്കാലമായി മഴയും കാറ്റും ഒക്കെ അതിശക്തമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ മലമ്പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാം, വളരെയധികം ശ്രദ്ധിക്കണം. കാരണം കഴിഞ്ഞ വർഷമാണ് വയനാട് ജില്ലയിൽ നമ്മുടെയൊക്കെ ഹൃദയം തകർത്ത അപകടം ഉണ്ടായത്. ഈ മല ഏരിയയിലൊക്കെ താമസിക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ഇതൊക്കെ. പക്ഷേ നമ്മൾ പലപ്പോഴും ഈ അപകടം പെട്ടെന്നുണ്ടാകുന്നത് നമുക്ക് ഓടി മാറാനും മറ്റും അങ്ങോട്ട് എങ്ങും പോകാനൊരു സമയം കിട്ടാറില്ല. ഈ മഴ അതിശക്തമായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ എപ്പോഴും കെയർഫുള്ളായി ഇരിക്കണം. കാരണം മല സൈഡിലൊക്കെ എന്ന് പറഞ്ഞാൽ ഉരുളുപൊട്ടൽ, അതേപോലെ മണ്ണിടിച്ചിലൊക്കെ എത്ര പെട്ടെന്ന് എങ്ങനെ സംഭവിക്കുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാനിത് ഓർമ്മിക്കുന്നത് വയനാട്ടിലെ നമ്മുടെ അപകടം കുറേ ആൾക്കാരുടെ ജീവനെടുത്തത്. ഈ മഴ പെയ്യുമ്പോൾ ഭയങ്കര പേടിയാണ്. കാരണം വയനാട്ടിലെ അപകടം എന്നെ വളരെയധികം വേദനിപ്പിച്ച ഒരാളാണ്. കാരണം ഏകദേശം 10-25 വർഷം വയനാട് കേണിച്ചിറ എന്ന സ്ഥലത്ത് താമസിച്ച ആളായിരുന്നു. ഇപ്പോൾ എറണാകുളത്തേക്ക് വന്നിട്ടൊരു 10-15 കൊല്ലമായിട്ടും. പക്ഷെ അത് കേട്ട അന്ന് ഈ അപകടം നടക്കുന്നന്ന് ഞങ്ങൾ വയനാട്ടിലേക്ക് പോയിരിക്കുന്നത് രാത്രി. ഞങ്ങളറിയില്ല ഇങ്ങനെയൊരു സംഭവം നടന്നത്. അങ്ങനെ കൊടുവള്ളി എത്തിയപ്പോഴാണ് അവിടെ കുറേ ചേട്ടന്മാർ നിന്നിട്ട് വഴി തടഞ്ഞു. പിന്നെ വണ്ടി പോകാൻ പറ്റില്ല, നിങ്ങൾ തിരിഞ്ഞു പോകണം. നല്ലവരായ ഒരുപാട് സുഹൃത്തുക്കൾ രാത്രി 2 മണി ആ റേഞ്ചിലൊക്കെ റോട്ടിൽ നിൽക്കുകയാണ്. അവർ നമ്മളെ വഴി തിരിച്ചു വിട്ടു. അങ്ങനെ ഞങ്ങൾ കുറേ കുന്നും മലയൊക്കെ കയറി ആണ് ഞങ്ങളന്ന് വയനാട്ടിൽ ചെന്നത്. വയനാട്ടിൽ ചെന്നപ്പോഴാണ് ഇത്രയും വലിയൊരു ദുരന്തമാണ് അവിടെ നടന്നത്. സത്യത്തിൽ പോലും നമ്മളത് അറിയില്ല കേട്ടോ. കാരണം വയനാട്ടിൽ ഉരുൾപൊട്ടലൊക്കെ സാധാരണ ആണ് പക്ഷേ ഇത്രയധികം ഭയാനകമായൊരു കാര്യം അവിടെ മേപ്പാടി നടന്നത് നമ്മളൊന്നും അറിഞ്ഞില്ല. പക്ഷേ എൻ്റെ അളിയനൊക്കെ അവിടെ തൊട്ട് അവിടെ കാരാപ്പുഴ ഡാമിൻ്റെ സൈഡിൽ അളിയൻ്റെ വാട്സപ്പിലാണ് ഈ വീഡിയോകളൊക്കെ വരുമ്പോഴാണ് നമ്മളിത് അറിയുന്നത്. ഇത്ര വലിയ അപകടമാണല്ലോ അവിടെ നടന്നത്. ഒരുപാട് മനുഷ്യർ അനാഥരായി, അതേപോലെ കടപ്പാടം നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരുപാട് അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഈ മഴ വരുമ്പോൾ ഈ മലയോര മേഖലയുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് താൽക്കാലികമായിട്ട് എങ്ങടയിൽ മാറാനുണ്ടെങ്കിൽ നിങ്ങൾ മാറും. മറ്റാരെ അറിയിപ്പ് നോക്കി നിങ്ങൾ നിൽക്കരുത്. കാരണം കഷ്ടകാലം ഏത് സമയത്ത് ഇതിൽ വരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം എല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കുക. പിന്നെ ഒരു കാര്യമാണ്, കാറ്റൊക്കെ വരുമ്പോൾ ചിലവർ കാണാൻ പുറത്തേക്ക് ഇറങ്ങുന്നൊരു പ്രവണതയാണ്. ഒരിക്കലും നിങ്ങൾ കാറ്റൊന്നും വരുമ്പോൾ പുറത്തേക്ക് ഇറങ്ങരുത്. കാരണം മരക്കൊമ്പ് കൊടിഞ്ഞ് എത്തിലെ എങ്ങനെ വരുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. മനസ്സിലായ? കാരണം ഇന്ന് ഇവിടെ കാറ്റായിരുന്നു. ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക രാവിലെ. മക്കൾ 3 പേര് പുറത്തിറങ്ങി കാറ്റ് കാണാൻ പോയി നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓടി ചെന്നപ്പോൾ എല്ലാം 3 പേരും മുറ്റത്ത് നിൽക്കണം. ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ കാമ്പൊക്കെ കൊടുത്ത് നിലത്ത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു മക്കളെല്ലാവരും കയറി ഉള്ളിൽ പോകും. കാരണം ഈ കുഞ്ഞുങ്ങൾക്കൊന്നും അറിയില്ല. കുഞ്ഞുങ്ങൾക്ക് ഈ കാറ്റൊക്കെ കാണാനും മഴ കാണാനൊക്കെ പുറത്തേക്ക് ഓടിച്ചില്ല. നമ്മൾ ശ്രദ്ധിച്ചൊന്നും വരും. അപ്പോൾ അവർ കാറ്റത്ത് കൊമ്പൊടിഞ്ഞ് എതിലെ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റും? ആർക്കെങ്കിലും പറയാൻ പറ്റും? ആർക്കും പറയാൻ പറ്റും. അതുകൊണ്ട് മഴയാണ്, എല്ലാവരും കെയർഫുള്ളായിട്ട് ഇരിക്കുക, ശ്രദ്ധിക്കുക. എല്ലാവർക്കും നമസ്കാരം.